ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ബെൻഫീക്ക വേഴ്സസ് ബാഴ്സലോണ ഫസ്റ്റ് ലെഗ് മത്സരത്തെക്കുറിച്ചാണ്. അതായത് ബാഴ്സലോണയുടെ ആരാധകർ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു കിഡിലൻ പെർഫോമൻസാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നമുക്ക് ബെൻഫീക്കയുടെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള എസ്റ്റാഡിയോ ഡലൂസിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഫാന്റാസ്റ്റിക് ടീം പെർഫോമൻസ്, ഒപ്പം ഒരു ഷെസ്നി മാസ്റ്റർ ക്ലാസും. 10 പേരെ വെച്ച് ചുരുങ്ങിയിട്ടുള്ള ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം 1-0 എന്നുള്ള സ്കോർ ലൈനിൽ വിജയിച്ച് കയറുന്നു, ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എവേ നോക്കൗട്ട് മത്സരത്തിൽ ഒരു ടീം 70 മിനിറ്റിന് മുകളിൽ 10 പേരെ വെച്ച് കളിച്ചിട്ട് വിജയിച്ച് കയറുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ഈ പെർഫോമൻസ് ബാഴ്സലോണയുടെ ആരാധകർ മറക്കില്ല. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സീസണിൽ ഒരുപാട് ബിഗ് വിക്ടറീസ് ബാഴ്സലോണ കരസ്ഥമാക്കിയിട്ടുണ്ട്. എൽ ക്ലാസിക്കോയിൽ ബയൺ മ്യൂണിക്കിനെതിരെ ഒരുപാട് ബിഗ് വിക്ടറീസ്. പക്ഷേ ഇതിൻ്റെ മധുരം അത് വേറെ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 10 പേര് വെച്ചിട്ട് അവർ കാഴ്ചവെച്ചുള്ള ഒരു മെൻറ്റാലിറ്റി ഇതിനു മുമ്പൊക്കെ അവർ കപ്പിച്ചുലേറ്റ് ചെയ്ത് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ PSG-ക്കെതിരെ ഹോമിൽ അരോഹക്ക് റെഡ് കാർഡ് കിട്ടിയതിനു ശേഷം അടിയറവ് പറയുന്ന ബാഴ്സലോണ നമ്മൾ കണ്ടു. റീസെൻ്റായിട്ട് അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി പറയാനുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ അവർ പൊരുതി 1-0 വിജയിക്കുന്നു, ഗ്രേറ്റ് മെൻറ്റാലിറ്റി കാഴ്ചവെക്കുന്നു. അപ്പോൾ അത് ഓരോ ബാഴ്സലോണ ആരാധകനെ സംബന്ധിച്ചോളം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രൗഡി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി ഈ എസ്റ്റാഡിയോ ഡലൂസിൽ ഈ സീസണിൽ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഈ ടീമുകൾ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. അന്നും ഒരു ത്രില്ലറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5-4 എന്നുള്ള സ്കോർ ലൈനിൽ ബാഴ്സലോണ വിജയിക്കുന്നു. റഫീഞ്ഞയുടെ ഡെത്ത് പഞ്ചാണ് ആ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 3-1 4-2 മത്സരത്തിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം പുറകിലായിരുന്നു, പക്ഷേ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 5-4 വിജയിച്ച് കയറുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണ് റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ ഈ എസ്റ്റാഡിയോ ഡലൂസ് എന്ന് പറയുന്ന ഹോം സ്റ്റേഡിയത്തിൽ അത്ര നല്ല ഓർമ്മകളില്ല ബാഴ്സലോണയ്ക്ക്. ഷാവിയുടെ കീഴിൽ 3-0 ഗ്രൂപ്പ് സ്റ്റേജിലൂടെ പരാജയപ്പെട്ടപ്പോൾ 2 പതിറ്റാണ്ടിൽ ആദ്യമായിട്ട് അവർ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും പുറത്തായ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനു മുമ്പോ കൊറോണ സമയത്ത് ഏറ്റവും വലിയ നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയത് ഈ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ഹാൻസി ഫ്ലിക്കിൻ്റെ ബയൺ മ്യൂണിക്കിനെതിരെ മെസ്സി അടങ്ങുന്ന ബാഴ്സലോണ 8-2 പരാജയപ്പെട്ട് പുറത്തായിട്ടുണ്ടായിരുന്നു ക്വാർട്ടർ ഫൈനലിൽ. അത് വല്ലാത്തൊരു എംബാരസിങ് റിസൾട്ടായിരുന്നു അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഓർമ്മകളാണ് ഈ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ സീസണിൽ അതിന് മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും കാരണം? അതെ, അന്ന് ബയൺ മ്യൂണിക്കിൻ്റെ ഡഗൗട്ടിൽ ഉണ്ടായിരുന്ന ആൾ ഇന്ന് ഇരിക്കുന്നത് ബാഴ്സലോണയുടെ ഡഗൗട്ടിലാണ്. ഹാൻസി ഫ്ലിക്ക് തന്നെയാണ് വ്യത്യാസം. ഹാൻസി ഫ്ലിക്ക് തന്നെയാണ് ഡിഫറൻസ് മേക്കർ. അപ്പോൾ ഹാൻസി ഫ്ലിക്ക് ഈ ടീമിൽ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള മെൻറ്റാലിറ്റി അതൊരു രക്ഷയില്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ സീസണിൽ ഇനി അവർ ട്രോഫികൾ അടിച്ചില്ല എന്ന് തന്നെ വെക്കൂ. പക്ഷേ ഞാൻ മുമ്പും പറഞ്ഞുള്ള സംഭവമാണ്, ഈ ടീം ട്രോഫികൾ അടിച്ചിരിക്കും. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ, അത്തരത്തിലുള്ള ഒരു ബിലീഫ് ഈ ടീമിൽ കൊണ്ടെത്തിച്ചു കൊടുക്കാൻ, ആരാധകർക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാൻ ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന മാനേജർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിലെയും അദ്ദേഹത്തിൻ്റെ ഇൻ ഗെയിം മാനേജ്മെൻറ്റ് ടോപ്പ് ക്ലാസ് ആയിരുന്നു. ശരിയാണ്, അങ്ങനത്തെ ഒരു സിനാരിയോയിൽ കീപ്പറിൻ്റെ ഭാഗത്തുനിന്ന് ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആവശ്യമായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ 10v11 കളിക്കുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലും, ലോ ബ്ലോക്കിൽ ഇരുന്ന് കഴിഞ്ഞാലും, ബസ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ബ്ലോക്കുകളെയും താണ്ടി കീപ്പറിലേക്ക് ഷോട്ടുകൾ വരും. പ്രത്യേകിച്ച് ഓപ്പോസിഷൻ ടീം ക്വാളിറ്റിയുള്ള ഒരു ടീമാണെങ്കിൽ, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണെങ്കിൽ. ഇതിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജാണ്. 10v11 സിനാരിയോയിൽ അത്തരത്തിലുള്ള ഷോട്ടുകൾ കീപ്പറെ തേടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഷെസ്നി എന്ന് പറയുന്ന പോളിഷ് കീപ്പർ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് സേവുകൾ പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്, വേൾഡ് ക്ലാസ് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കാൻ പറ്റൂ, പ്രത്യേകിച്ച് 10v11 ആയിട്ടിരിക്കുന്ന സിനാരിയോയിൽ. ഡിഫെൻഡ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, കൂട്ടായ പ്രയത്നമാണ്. മാത്രമല്ല ചില ആളുകളൊക്കെ 2 പേരുടെ പണിയെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ട്, അത് വേറെ കാര്യം. ഒപ്പം കീപ്പറും ഇത്തരത്തിലുള്ളൊരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തപ്പോൾ ബാഴ്സലോണയ്ക്ക് 1-0 വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്നെ ഈ ഷെസ്നിയുടെ പെർഫോമൻസിനെ കുറിച്ച് പല മീമുകളും ജോക്കുകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് 22ാമത് മിനിറ്റിൽ കുബാർസിക്ക് റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം ബെൻഫീക്ക ആ സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആകെ പുകയും ഫ്ലെയർ കത്തിച്ചും ഉണ്ടാക്കിയിട്ടുള്ള ആ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് ജോക്കും മീമുകളും വരുന്നത്. പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആ ഒരു ജോക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നതാണ്. ശരിയാണ്, അത് ജോക്കാണ്, മീമാണ്. എന്നാലും എന്താ സംഭവം എന്നറിയാം, ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും
ചില ആളുകൾ, വളരെ കുറച്ച് ശതമാനം ആളുകളെങ്കിലും ചിലപ്പോൾ വിചാരിക്കുക ഷെസ്നി സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ അദ്ദേഹം സംബന്ധിച്ചോളം ആ സ്മോക്ക് ഫീൽ കിട്ടിയതോടുകൂടിയിട്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ആ ഒരു സേവുകൾ പുൾ ഓഫ് ചെയ്തെന്നുള്ളത്. അത് ഒരു റോങ് മെസ്സേജ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനാരിയോയിൽ ഇങ്ങനെയുള്ളൊരു ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് ജോക്ക് പറയാൻ പോലും എനിക്ക് താല്പര്യം വരുന്നില്ല എന്നുള്ളതാണ്. സ്മോക്കിംഗ് അത് ഇൻജൂരിയസ് ടു ഹെൽത്താണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇൻജൂരിയസ് ടു ഹെൽത്താണ്. ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ലൈഫ് അത് വല്ലാത്തൊരു സംഭവമാണത്. അപ്പോൾ ആ ജീവിതം ആസ്വദിക്കാനുള്ളൊരു സംഭവമാണ് ഒബ്വിയസ്ലി. അപ്പോൾ അതിൻ്റെ ആസ്വാദന തലം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നതിന് പകരം ഈ ജീവിതത്തെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ഹൈയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിലും സുന്ദരമായിട്ടുള്ള മറ്റൊരു സംഭവമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതോടൊപ്പം തന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ലഹരിയാണ്. അപ്പോൾ ഈ ജീവിതമെന്ന് പറയുന്ന ലഹരിയെ നുണയാൻ നമ്മൾ ലഹരി പദാർത്ഥത്തെ ഉപയോഗിക്കാതെ സാധിക്കുന്നുണ്ടെങ്കിൽ അതിലും സുന്ദരമായിട്ടുള്ള ഒരു സംഭവമില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പം ഫുട്ബോളിനെ കൂടി അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ട് ഒരു രക്ഷയുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ സ്മോക്ക് ചെയ്യുന്നത് നല്ലൊരു ഹാബിറ്റല്ല, നല്ലൊരു കാര്യമല്ല. അത് നമ്മുടെ ആ ഒരു ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ മൊത്തത്തിലുള്ള എബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. നമ്മുടെ എനർജിയെ ബാധിക്കുന്ന സംഭവമാണ്, നമ്മുടെ സ്റ്റാമിനയെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെന്താണ്, നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ഒന്നുമല്ല, നമുക്ക് പക്ഷേ ഫുട്ബോളിനുള്ള പിരാന്തുകൊണ്ടാണ് നമ്മളിത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വയസ്സ് വരെ കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തുന്നതാണ് നല്ലത്. ഈ പരിപാടി തുടങ്ങാതിരിക്കുകയാണ് നല്ലത്. നിർത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തുടങ്ങാതിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലെന്താണ്, എല്ലാ തരത്തിലുള്ള ലഹരിയിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് ജീവിതമെന്ന ലഹരിയെ നുണയാൻ നോക്കുക, ഫുട്ബോൾ എന്ന് പറയുന്ന ലഹരിയെ കൂട്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ അത് ഷെസ്നിയുടെ ആ ഒരു സ്മോക്ക് സംഭവം ഒരു ജോക്കാണ്. ആ ജോക്കിനെ ജോക്കായിട്ട് കണ്ടു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. പക്ഷേ അതിൽ ചില ആളുകൾ ചിലപ്പോൾ അതിനെ ജോക്കായിട്ട് കണ്ടില്ലെങ്കിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. വേറെ ഒന്നുമല്ല കേട്ടോ, അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിൻ്റെ ഇടയിൽ സംസാരിക്കുന്നത് മാത്രം. പിന്നെന്താണ്, ഇതൊക്കെ പറയാൻ നീ ആരടാ എന്നുള്ള ചിന്ത ചില ആളുകൾക്കൊക്കെ ഉണ്ടായിരിക്കും. നോ പ്രോബ്ലം, നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനേ പെട്ടെന്ന് വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. അതായത് ചെറുപ്പത്തിൽ പച്ചക്കണ്ടം എന്ന് പറഞ്ഞിട്ടൊരു കണ്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവിടെ മഴക്കാലത്ത് സ്ലൈഡിങ് ടാക്കിൾ നടത്തുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, എൻ്റെ പൊന്നോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിനുശേഷം കുളത്തിൽ പോയിട്ടുള്ള കുളി, അങ്ങനത്തെ പരിപാടികൾ. എന്തായാലും വേറെ സംഭവം എന്താണെന്നറിയോ, നമ്മുടെ പിള്ളേരെ സ്പോർട്സിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, അവരെ അതിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് കൂടുതൽ ഗ്രൗണ്ടുകൾ, അത്തരത്തിൽ ഫ്രീ ഗ്രൗണ്ടുകളും പരിപാടികളൊക്കെ വരേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ സ്പോർട്സിന് വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ഏതോ ആയിക്കോട്ടെ, നമ്മുടെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളാണ്, ബാക്കിയുള്ളവർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ സ്പോർട്സിന് വലിയൊരു ഇമ്പാക്റ്റ് ഓരോരുത്തരുടെ ലൈഫിൽ ഉണ്ടാക്കാൻ സാധിക്കും. സ്പോർട്സ് തന്നെ വല്ലാത്തൊരു ലഹരിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്തായാലും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എനിവേ, ബാക്ക് ടു ദ ഗെയിം. അപ്പോൾ ഷെസ്നി മാസ്റ്റർ ക്ലാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹാൻസി ഫ്ലിക്കിൻ്റെ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 22ാമത്തെ മിനിറ്റിൽ ഈ കുബാർസിക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുള്ള അവസരത്തിൽ ചെങ്ങായി എന്ത് വെച്ചാൽ ഓൾമോ അതുവരെ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചെങ്ങായിനെയാണ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു ഡിഫൻഡറിനെ കൊണ്ടുവരാനായിട്ട്. അരൂഹോനെ കൊണ്ടുവരുന്നു. അങ്ങനെ ആ ഒരു 4-4-1 ഷേപ്പിലേക്ക് നീങ്ങുന്നു. സിംഗിൾ സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി തന്നെ, ലമീൻ യമാൽ റൈറ്റ് മിഡ്ഫീൽഡിലേക്ക് നീങ്ങുന്നു, ലെഫ്റ്റ് മിഡ്ഫീൽഡിലേക്ക് റഫീനെ നീങ്ങുന്നു. അങ്ങനെ ഒരു 4-4-1 ബ്ലോക്ക്. ആ ഒരു പിന്നെ ഓഫ് ദ ബോൾ മിഡ്ഫീൽഡിൽ ഫ്രങ്കി ഡിയോങ്ങും പെഡ്രിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അരൂഹോയുടെ കൂടെ ഇനീഗോ, പിന്നെ റൈറ്റ് സൈഡിൽ കൂണ്ടെ, ലെഫ്റ്റ് സൈഡിൽ ബാൽഡെ, കീപ്പറായിട്ട് ഷെസ്നി. ഈ സീസണിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ ഭാഗത്ു നിന്ന് ചില മത്സരങ്ങളിൽ ഇൻ ഗെയിം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കോപ്പ ഡെൽ റേ സെമി ഫൈനലിൽ പോലും നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെഗിൽ അല്ലേ, 4-2 മുന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ വേണ്ടി 2 ലേറ്റ് ഗോൾ അടിക്കും നമുക്ക് കാണാൻ സാധിച്ചു. അത്തരത്തിൽ ഗെയിം മാനേജ് ചെയ്യാൻ പറ്റാത്ത, ഹൈലൈന് തന്നെ കീപ്പ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ പിന്നെ വിളിച്ചോതുന്ന ബാഴ്സലോണ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അറ്റ്ലാന്റയ്ക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ, ലാലിഗയിലെ ചില മത്സരങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിൽ അതിൽ നിന്നൊക്കെയുള്ള ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഹാൻസി ഫ്ലിക്കിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും നമുക്ക് കാണാൻ സാധിച്ചു. ഫസ്റ്റ് ഹാഫിൽ 10 വരെ ചുരുങ്ങിയിട്ടും ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ അടുത്ത് 60% ബോൾ പൊസഷൻ ഉണ്ടായിരുന്നു. 8 അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ പൊസിഷൻ സ്റ്റാറ്റ്സ് ബെൻഫീക്ക് അനുകൂലമായിട്ട് പോയി. അത് ഒബ്വിയസ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ സ്റ്റിൽ മത്സരം കഴിയുമ്പോൾ 48% പൊസഷൻ ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ സംഭവം എന്നല്ല. അപ്പോൾ അതിന്
കാരണക്കാരായിട്ടുള്ള ചില ആളുകളുണ്ട് ആ മിഡ്ഫീൽഡിലൊക്കെ. പെഡ്രി, ഗൊഞ്ചാലസ് ലോപ്പേസ് എന്ന് പറയുന്ന ചെങ്ങായിയുടെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം. അതിലേക്ക് ഞാൻ വരാം. ഫ്രങ്കി ഡി ജോങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, റഫീഞ്ഞയുടെ ഇമ്പാക്റ്റ്, ഡിഫൻസിലുള്ള കളക്റ്റീവ് എഫേർട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഈവൻ ലെവൻഡോസ്കിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ ഈ 4-4-1 ബ്ലോക്കിലാണ് അവർ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഒബ്വിയസ്ലി ബെൻഫിക്ക ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഡിഫൻസിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് റഫീഞ്ഞയോട് ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് റോളിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹാൻസി ഫ്ലിക്ക്. അപ്പോൾ ഒരു 5-3-1 ഫോർമേഷനിൽ ഓഫ് ദ ബോൾ ബാഴ്സലോണ നീങ്ങുന്നു, 5-3-1 നീങ്ങുന്നു. ആർത്തോകോഗ്ലു ഭയങ്കരമായിട്ട് ആ റൈറ്റ് വിങ്ങിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അപ്പുറത്ത് കരേരാസ് ആ ലെഫ്റ്റ് ബാക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. കൂണ്ടി സംബന്ധിച്ചോളം അത് വേറെ കാര്യം. അപ്പോൾ അതും ടാക്കിൾ ചെയ്യേണ്ട ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 5-3-1 ആകുമ്പോൾ വെച്ചാൽ ആ മിഡ്ഫീൽഡിൽ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യണം. ആർക്കൊക്കെ, പെഡ്രി ആണെങ്കിലും അതേപോലെ തന്നെ ഫ്രങ്കിക്കാണെങ്കിലും ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അവർ ഈ മത്സരത്തിൽ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല ഒരുപാട് റിക്കവറീസും ഡ്യൂലുകളും ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിച്ചു. 10 ഡ്യൂലുകളും 15 റിക്കവറീസും ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ മിഡ്ഫീൽഡിൽ നേതൃത്വത്തിലുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു. 55-ാമത്തെ മിനിറ്റിൽ മറ്റൊരു ചേഞ്ച് കൂടി ഹാൻസി ഫ്ലിക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. ലമീൻ യമാലിനെ പിൻവലിക്കുന്നു. ലമീൻ യമാലിനെ പിൻവലിച്ചിട്ട് അദ്ദേഹം ആ ബെഞ്ചിൽ പോയിരിക്കുന്ന സിനാരിയോയിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഹാൻസി ഫ്ലിക്ക് എന്തിനാണ് പിൻവലിച്ചതെന്നായിരിക്കണം. പക്ഷേ അവിടെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അദ്ദേഹം സംബന്ധിച്ചോളം എന്തിന് പിൻവലിച്ചു എന്നുള്ളത്. കാരണം റഫീനിയെ റൈറ്റ് സൈഡിലേക്ക് നീക്കുന്നു. കാരണം വെച്ചാൽ അവിടെ ഈ കരേരസിൻ്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിൽ. അപ്പോൾ അതിനൊരു തടയിടണം. മാത്രമല്ല ആ ഏരിയയിലൂടെ ഈ കരേരസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ചെറിയ സ്പേസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ കൂടെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ ലമീൻ യമാലിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഈ സീസണിൽ നല്ല രീതിയിൽ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ റഫീനിയ കൊടുക്കുന്ന പോലെയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, അതൊരു വേറെ ലെവൽ ചങ്ങായി അല്ലേ. അപ്പോൾ റഫീനിയ അങ്ങോട്ട് നീങ്ങുന്നു, ഫെറാൻ ടോറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫെറാൻ ടോറസ് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുന്നു. അപ്പോൾ എന്താണ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഡിഫൻസീവ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഫെറാൻ ടോറസാണ്. ആ ഒരു 5 അറ്റ് ദ ബാക്ക് തന്നെ ചില സാഹചര്യങ്ങളിൽ 6 അറ്റ് ദ ബാക്കും ഒക്കെ ആയിട്ട് മാറുന്നുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ റഫീനിയ അവിടെ കൂണ്ടേക്ക് കുറച്ചുകൂടെ എന്താണ് ആഡഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ഗോൾ വന്നതും ആ ഒരു ഏരിയയിൽ തന്നെയാണ് അല്ലേ, ആ ഒരു ഏരിയയിലൂടെ തന്നെയാണ്. എങ്ങനെ? അത് ബെൻഫിക്കയുടെ മിസ്റ്റേക്കിൽ നിന്നാണ്. അങ്ങനെ അവർ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു മൊമെൻറ്റ് മത്സരത്തിൽ പിറക്കുകയാണ്. അങ്ങനെ റഫീനിയയിലൂടെ ബാഴ്സലോണ ലീഡ് എടുക്കുന്നു. ഇനി ഡിഫെൻഡ് ചെയ്യുക, ഈ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതിനിടയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ബെലോറ്റി ഒരു പെനാൽറ്റി വിൻ ചെയ്തു എന്നുള്ള തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അവരുടെ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നേരിയ തലത്തിലുള്ള ഒരു ഓഫ് സൈഡാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ എന്താണ്, അവർ ആ ലൈനൊക്കെ ഡ്രോപ്പ് ചെയ്യാനും അത്തരത്തിൽ അവരുടെ എന്താണ് ആ പ്രാഗ്മാറ്റിസം ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് വേണ്ടത് 10 പേര് ചുരുങ്ങുമ്പോൾ വിശ്വാസമാണ്, നമ്മളെ കൊണ്ട് സാധിക്കുന്നുള്ളത്. അപ്പോൾ ആ വിശ്വാസം ഇൻസ്റ്റിൽ ചെയ്യാൻ ഹാൻസി ഫ്ലിക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ആദ്യം എടുത്ത് പറയണം. പിന്നെ ഷെസ്നി എന്ന് പറയുന്ന കീപ്പർ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് ചെറുതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അല്ല. മാത്രമല്ല അദ്ദേഹം സേവുകൾ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിരി, ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നെവർ മൈൻഡാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം മത്സരത്തിന് ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ തൻ്റെ ബെസ്റ്റാണോ ഇതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ബെസ്റ്റ് ഇനിയും വരാനിരിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഉത്തരമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ റിട്ടയർമെൻറ്റിന് ശേഷം അങ്ങോട്ടേക്ക് വന്നിട്ട് ഫുട്ബോളിനോട് ബൈ ബൈ പറഞ്ഞിട്ടേ ബീച്ചിൽ എൻജോയ് ചെയ്യായിരുന്നു. ആളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ബാഴ്സലോണ നമ്പർ 1 ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക്. ആ ഒരു ബ്രേവ് ഡിസിഷനും ചങ്ങായി എടുക്കുന്നു. ഇനിയാക്കി തന്നെയായിരുന്നല്ലോ ടെസ്റ്റ് ഇങ്ങനെ ഇഞ്ചുറി പറ്റിയപ്പോൾ വലകാക്കുന്നുണ്ടായിരുന്നത്. ഷെസ്നി ഇപ്പോൾ കീപ്പറായതിനു ശേഷം 14 മത്സരങ്ങളിൽ അൺബീറ്റനാണ് ബാഴ്സലോണ എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ഡിസിഷൻ മേക്കിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ മത്സരത്തിൽ ചില സ്റ്റാറ്റ്സുകളുണ്ട്. ഈ PPDA എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ് ഉണ്ട്. അതായത് അത് പ്രസ്സിങ് ഏത് രീതിയിലാണെന്നുള്ളത് അളക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെട്രിക്കാണ്. പാസ് പെർ ഡിഫെൻസീവ് ആക്ഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് ഈ മത്സരത്തിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം 22 മിനിറ്റ് വരെ അവരുടെ PPDA 7.7 ആയിരുന്നു. അതായത് അവർ നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് 7.7 പാസുകൾ നടക്കുന്ന സിനാരിയില്ല, അതൊരു ആവറേജ് കാര്യമാണ് പറയുന്നത്. അവർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 22 മിനിറ്റിന് ശേഷം 10 വരെ ചുരുങ്ങിയതിന് ശേഷം അവരുടെ പ്രാഗ്മാറ്റിക്സാണ് നമ്മൾ പറയുന്നത്. ആ പ്രസ്സിങ് അവർ അങ്ങോട്ട് പാസീവാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് PPDA മെട്രിക്ക്. 24.3 ആണ് ആ 22 മിനിറ്റിന് ശേഷമുള്ള ബാഴ്സലോണയുടെ പാസ് പെർ ഡിഫെൻസീവ് ആക്ഷൻ. 24.7 അത് ഈ സീസണിലെ ഹയസ്റ്റ് നമ്പറാണ്. അപ്പോൾ അവർ
കാര്യമായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ ഓക്കെ ആയിരുന്നു. അവർ ഡിഫെൻഡ് ചെയ്യാൻ ബ്ലോക്കിൽ പ്രധാനമായിട്ടും മിഡ് ബ്ലോക്കിലാണ് അവർ ഇരിക്കുന്നുണ്ടായിരുന്നത്. ചിലപ്പോൾ ലോ ബ്ലോക്കിലേക്ക് നീങ്ങുന്നു, അത് 5 at the back ആകുന്നു, 6 at the back ആകുന്നു. അത്തരത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ആ പ്രാഗ്മാറ്റിസം അവരുടെ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിച്ചു. അത്തരത്തിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബാഴ്സലോണ ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഗോൾ കീപ്പറിൻ്റെ എക്സലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ആ ഗോളിന് ശേഷം പിന്നെ അദ്ദേഹം വരുത്തിയിട്ടുള്ളൊരു ചേഞ്ച്, ഹാൻസി ഫ്ലിക്ക് ലെവൻഡോസ്കിനെയും അതേപോലെ തന്നെ ഫ്രെങ്കി ഡിയോങ്ങിനെയും പിൻവലിക്കുന്നു. ഫ്രെങ്കി ഡിയോങ് ഈ മത്സരത്തിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 10 പേര് ചുരുങ്ങിയിട്ടുള്ള സിനാരിയോയിൽ ബാഴ്സലോണയ്ക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ബോൾ പ്രോഗ്രസ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഫ്രെങ്കി ഡിയോങ് ചില സാഹചര്യങ്ങളിൽ ഗെയിം സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരിങ് എബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ മത്സരത്തിൽ ചില സാഹചര്യങ്ങൾ അദ്ദേഹം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. പിന്നെ പ്രസ് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആളും പെഡ്രിയും കൂടിയിട്ട് ഒരാളിൻ്റെ കുറവ് നികത്താനുള്ള ശ്രമം ആ മിഡ്ഫീൽഡ് നടത്തുന്നുണ്ടായിരുന്നു. ഓൾമോ തുടക്കത്തിലുണ്ടായിരുന്നു 22 മിനിറ്റ് വരെ. ഓൾമോ പോയപ്പോൾ ആ ഒരു ഓൾമോയുടെ പിന്നെ ഗ്യാപ്പ് കൂടി നികത്താനുള്ള ശ്രമം ഈ പെഡ്രിയും ഫ്രെങ്കിയും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ഫാന്റാസ്റ്റിക് ഡിസ്പ്ലേ ആയിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ബോളിലുള്ള കോൺഫിഡൻസ് അത് ഭയങ്കരമായിട്ട് ടീമിൻ്റെ മൊത്തത്തിലുള്ള മൊറാലി ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ ഫ്രെങ്കി നല്ലൊരു പണിയെടുത്തിട്ടാണ് പോകുന്നത്. കസാഡോനെ കൊണ്ടുവരുന്നു. ഇനി ഡിസ്ട്രോയറിനെയാണ് ആവശ്യമുള്ളത്. അവസാനത്തെ മിനിറ്റുകളിൽ മൂപ്പര് മതി. മാത്രമല്ല ആ ഒരു ലൈന് 6 ഒക്കെ ആകുമ്പോൾ ആ റൈറ്റ് സൈഡിലേക്ക് ഈവൻ കൂണ്ടേക്ക് സപ്പോർട്ട് കൊടുക്കാൻ പുള്ളിക്കാരനും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കസാഡോനെ കൊണ്ടുവരുന്നു. പിന്നെ ലെവൻഡോസ്കി ഒരു പണി ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ. ഈ മത്സരത്തിലെ ഷെസ്നി 27 ലോങ് ബോൾ കൊടുത്തിട്ടുണ്ട്. അത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ലീഗിലും UCL ക്യാമ്പയിലും അവസാനത്തെ 2 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോങ് ബോളുള്ള ഒരു കീപ്പർ കൊടുത്തുള്ള മത്സരമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം അനിവാര്യമായിരുന്നു അത്. അപ്പോൾ എന്താണ്, ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിന് പകരം ചില സാഹചര്യങ്ങളിൽ ലോങ് ബോൾ കൊടുക്കുക. എന്നിട്ട് ആ ലോങ് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ടാർഗറ്റ് മാൻ വേണം. ആ ടാർഗറ്റ് മാൻ ആയിട്ടാണ് ലെവൻഡോസ്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ലെവൻഡോസ്കി അവിടെ ബോൾ വിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് സെക്കൻഡ് ബോൾ പെഡ്രിയിലേക്കോ അല്ലെങ്കിൽ ഫ്രെങ്കിയിലേക്കോ റഫീനിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിലൂടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുക, ലെമീനിലേക്കൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ധാരണയുടെ പുറത്തായിരുന്നു ഈ ലോങ് ബോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ടും ഗെയിം പ്ലാൻ്റെ ഭാഗമായിരുന്നു. 10 പേര് ചുരുങ്ങിയതിന് ശേഷമുള്ള ഗെയിം പ്ലാൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലെവൻഡോസ്കിയെ എന്തിനു നിർത്തി, ഓൾമോയെ ഫോൾസ് മാനായിട്ട് കളിപ്പിച്ചുകൂടായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരവാണ് അവിടെ. കൃത്യമായിട്ടും ഡ്യൂലുകൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ലെവൻഡോസ്കി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇത്തരത്തിലുള്ള സിനാരിയോകളിൽ യൂസ്ഫുൾ ആകും. അത് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ആൾ കോർണർ കിക്കുകളിൽ നിന്ന് പിന്നെ ക്ലിയറൻസും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനമൊക്കെ വെച്ചിട്ട് ബെൻഫീക്ക നിരന്തരം കോർണറുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ബാഴ്സലോണ കാര്യമായിട്ട് ത്രെട്ടൺ ചെയ്യാൻ ബെൻഫീക്ക സാധിക്കുന്നില്ല. കാരണം ബാഴ്സലോണ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലെവൻഡോസ്കി 13 ഏരിയൽ ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 6 എണ്ണം അതിന് വിൻ ചെയ്യാൻ സാധിച്ചു. അതിൽ 2 എണ്ണം കോർണറുകളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന സിനാരികളായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലെവൻഡോസ്കി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലെവൻഡോസ്കി അവിടെ പിടിച്ചു നിർത്തിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഹാൻസി ഫ്ലിക്ക് കണക്കൂട്ടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ലെവയെ പിൻവലിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കുന്നു. എന്നിട്ട് എന്ത് ചോദിച്ചാൽ റഫീന്യ മാത്രമാണ് പിന്നെ ആ ഒരു ലോൺ സ്ട്രൈക്കറിനെ പോലെ അല്ലെങ്കിൽ ലോൺ ഫോർവേഡിനെ പോലെ. കാരണം വെച്ചാൽ റഫീന്യ അവിടെ മാത്രം ആയിരിക്കില്ലല്ലോ ഉണ്ടാവുക. ആളെന്തായാലും ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്തോളും. ആ സിനാരിയോയിൽ ഇനി വേണ്ടത് ഡിഫെൻഡ് ചെയ്യലാണ്. കൃത്യമായിട്ടുള്ള ധാരണ ഹാൻസി ഫ്ലിക്കിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ജെറാർഡ് മാർട്ടിനെയും കസാഡോനെയും കൊണ്ടുവരുന്നത്. ജെറാർഡ് മാർട്ടിൻ നേരെ ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് റോളിലേക്ക് അദ്ദേഹം പോകുന്നു. അദ്ദേഹം ഡിഫെൻസീവ് ലൈനിൽ ഉണ്ടായിരുന്നു. അവസാനത്തെ നിമിഷങ്ങളിലാണല്ലോ ഒരു ക്രോസൊക്കെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു ക്രോസ് വരുന്നു, അത് ബ്ലോക്ക് ചെയ്യുന്നു, വീണ്ടും ആ ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നത് പിന്നെ ജോറിഗോ എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ബെൻഫീക്ക സംബന്ധിച്ചോളം. അദ്ദേഹം സ്ലൈഡ് ചെയ്തിട്ട് വിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ 2 പേരും ഉണ്ടായിരുന്നു. ബാൾഡയും ജെറാർഡ് മാർട്ടിനും ഒരുമിച്ച് സ്ലൈഡ് ചെയ്തിട്ട് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ കളക്റ്റീവ് എഫേർട്ട്, ഭയങ്കരമായിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റി പോസസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് തോറ്റു കൊടുക്കാൻ മനസ്സിലാത്ത രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു ബാഴ്സലോണയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ഇൻ ഗെയിം ചേഞ്ചസ്, അദ്ദേഹത്തിൻ്റെ ആ ഗെയിം റീഡ് ചെയ്തിട്ടുള്ള രീതി എല്ലാം ഫാന്റാസ്റ്റിക് ആയിരുന്നു. ബ്രൂണോ ലാജ് എന്ന് പറയുന്ന ബെൻഫീക്കയുടെ കോച്ചും കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കി അല്ലേ. പക്ഷേ ഡിമറിയുടെ ഒരു അഭാവം, കാരണം അത്തരത്തിലുള്ള ഒരു മാച്ച് വിന്നറുടെ ഒരു അഭാവം കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നായിരുന്നു. ഒപ്പം ഫ്ലോറന്റീനോ ലൂയിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രോയർ, മിഡ്ഫീൽഡിലെ ഡിസ്ട്രോയറിനെ അവർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പെഡ്രിയും ഫ്രെങ്കിയും ആ മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുമായിരുന്നു, ഈവൻ വിത്ത് 10 men. അത് ഫ്ലോറന്റീനോ ലൂയിസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നടക്കില്ലായിരിക്കാം. ബരേറ ഉണ്ടായിരുന്നു, ആഷ്നസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലോറന്റീനോ ലൂയിസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസ്ട്രോയറാണ്. പെഡ്രിക്കും പിന്നെ ഫ്രെങ്കിക്കും കുറേ കൂടി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ അവർക്ക് ആ ചങ്ങായിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിമറിയും ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെൻഫീക്ക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു മത്സരത്തിൽ. ഇനി ആ ഗോൾ വന്നത് എങ്ങനെയാണ്? ബെൻഫീക്കയെ സംബന്ധിച്ചോളം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു. അപ്പോൾ അത് ബാൽഡെ ഈ ഫെറാൻ ടോറസിന്
ഒരു ബോൾ കൊടുക്കാൻ ശ്രമിച്ചത് ഡാൽ എന്ന് പറയുന്ന തോമസ് അറൂഹുക്ക് പകരക്കാരനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റൈറ്റ് ബാക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ആൻ്റോണി സിൽവക്ക് പാസ് കൊടുത്താണ്. ആൻ്റോണി സിൽവയോളം സിമ്പിൾ പാസ് പിക്ക് ചെയ്യേണ്ട സിനാരിയോയിൽ അദ്ദേഹം കൊടുത്ത പാസ് വളരെ മോശമായിരുന്നു. അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അവിടെ എന്താ പറയുക, ഒരു കഴുകനെ പോലെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു റഫീഞ്ഞ. റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയുള്ള റഫീഞ്ഞ അതിലേക്ക് ബൗൺസ് ചെയ്യുന്നു. റഫീഞ്ഞ എന്നിട്ട് അത്രത്തോളം വർക്ക് റേറ്റ് ആ മത്സരത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആൾക്ക് ചുറ്റും എത്ര 3-4 ബെൻഫിക്ക പ്ലേയേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്ത ഒറ്റൊന്നേ ഉള്ളൂ, ഇത് എനിക്ക് കിട്ടിയൊരു അവസരമാണ്, ഇത് മുതലെടുത്തേ മതിയാകുള്ളൂ. അദ്ദേഹം ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. സ്ലൈറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ട്, കീപ്പർക്ക് അത് സേവ് ചെയ്യാൻ സാധിക്കില്ല. ട്രുബിൻ എന്ന് പറയുന്ന കീപ്പർ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സേവുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ട്രിപ്പിൾ സേവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ചാടി നോക്കി, ഒരു രക്ഷയില്ല. 61ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണ ലീഡ് എടുക്കുകയാണ്. റഫീഞ്ഞ വീണ്ടും ക്ലച്ച് ആവുകയാണ്. വാട്ട് എ സീസൺ ഹീസ് ഹാവിങ്. ആ ബാലൻഡിയോർ ഡിബേറ്റിലേക്ക് നമ്മൾ റഫീഞ്ഞയെ കൂടി കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം അമ്മാതിരി രീതിയിലാണ് ചങ്ങായി ഈ സീസണിൽ ക്ലച്ച് മൊമെൻറ്റ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില ഇമ്പാക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ഗെയിമുകളിൽ ഈ സീസണിൽ ബയർനെതിരെ ഹാട്രിക് അടിച്ചിട്ടുണ്ട്. എൽ ക്ലാസിക്കോയിൽ ഗോൾ ആൻഡ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തേതിൽ. പിന്നെ ഡോട്ട്മുണ്ടിനെതിരെ ഗോൾ അടിച്ചിട്ടുണ്ട്. ബ്രേസും ഒരു അസിസ്റ്റും സെക്കൻഡ് ക്ലാസിക്കോയിൽ ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബെൻഫീക്കയ്ക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ, ഇപ്പോഴത്തല്ല ആദ്യത്തേതിൽ ആൾ ബ്രേസും വിന്നിംഗ് ഗോൾ അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു. ബെൻഫീക്കയ്ക്കെതിരെ വീണ്ടും വിന്നർ, അറ്റ്ലാന്റയ്ക്കെതിരെ 2 അസിസ്റ്റുകൾ, അത്ലറ്റിക്കെതിരെ 2 അസിസ്റ്റുകൾ, സെറ്റ് പീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡെലിവറി. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ ഒരു ഗോൾ ഔട്ട്പുട്ട് ഒന്നിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഈ മത്സരത്തിലും 1-2 സിനാരിയോകളിൽ അദ്ദേഹത്തിന് ബെറ്റർ പിന്നെന്താ പറയുക മൊമെൻറ്റ്സിൽ അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, ആ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ്, റഫീഞ്ഞ വീണ്ടും ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം 2 ആളുടെ പണിയെടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ മത്സരത്തിൽ 10 പേരെ വെച്ച് ചുരുങ്ങിയിട്ടുള്ള ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും 10 പേരെ വെച്ച് ചുരുങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് ഒരു കാരണക്കാരൻ റഫീഞ്ഞയാണ്. ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെഡ്രി, ഗൊൻസാലസ് ലോപ്പേസ്, വാട്ട് എ പ്ലെയർ മാൻ, വാട്ട് എ ഫുട്ബോളർ. എന്താ പറയുക, ബാഴ്സലോണ ഫാൻസിനോട് എനിക്ക് അസൂയാണ്, എനിക്ക് ഭയങ്കര അസൂയാണ്. കാരണം ഇങ്ങനത്തെ ഒരു മുതൽ 22 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഇനി എത്ര കാലം കളിക്കാനുണ്ട്, നിങ്ങൾക്ക് എത്ര കാലം ഈ ചെങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. വാട്ട് എ ഫുട്ബോളർ മാൻ. അതായത് ആ ചെങ്ങായും 2 ആളുടെ പണിയെടുത്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ചെങ്ങായി കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 13.18 കിലോമീറ്റർ ആ മത്സരത്തിൽ ചങ്ങായി ഗ്രൗണ്ടിൽ കവർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആ മത്സരത്തിൽ ഓടിയിട്ടുള്ള മനുഷ്യൻ പെഡ്രിയാണ്. പിന്നെ ബാഴ്സലോണയിൽ അതിൽ 2ാം സ്ഥാനത്തിരിക്കുന്ന ആരാണെന്ന് അറിയോ, റഫീഞ്ഞ. 11.66 കിലോമീറ്റർ റഫീഞ്ഞ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പേരും 2 ആളുടെ പണിയെടുക്കുകയായിരുന്നു. മാത്രമല്ല ഇത് വെറുതെ ഡിസ്റ്റൻസ് കവർ ചെയ്യല്ല എന്നുള്ള കാര്യം ഓർക്കണം. പെഡ്രി ആ മിഡ്ഫീൽഡിൽ എന്താ കാണിച്ചു കൂട്ടി എന്നുള്ള കാര്യമുണ്ടല്ലോ, അത് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റും എന്നുള്ളത് സംശയമുള്ള സംഭവമാണ്. അത് കണ്ണുകൊണ്ട് തന്നെ കാണണം, അത് ചങ്ങാനൊക്കെ കണ്ട് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. പെഡ്രി ഒരു വല്ലാത്തൊരു ഫുട്ബോളറാണ്. അപ്പോൾ പെഡ്രിയെ 5 വർഷങ്ങൾക്ക് മുമ്പ് ബാഴ്സലോണ സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു കഥയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ അന്ന് 15 വയസ്സ് പ്രായമുള്ള പെഡ്രിയെ റയൽ മാഡ്രിഡ് ഒരു ട്രയലിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ട്രയലിന് വിളിച്ചിട്ടുള്ള ആ ഒരു ഇനീഷ്യൽ സംഭവം പിന്നെ ഡിലേ ചെയ്യേണ്ടി വന്നു, പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു, കാരണം സ്നോഫോളും കാര്യങ്ങളും നടന്നുകൊണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹം അവിടെ അക്കാഡമിയിലൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ ആളുകൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ തീരുമാനിച്ചില്ല. അങ്ങനെ ലാസ് പാമാസിൽ കളിക്കുകയാണ്. ലാസ് പാമാസിൽ നിന്നാണ് ബാഴ്സലോണ സൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച 2 ആളുകൾ ഹോസെ മാരി ബക്കേറോയും റാമോൻ പ്ലാനസുമാണ്. അവരാണ് പെഡ്രി ഗൊൻസാലസ് ലൊപ്പേസ് എന്ന് പറയുന്ന ഈ മാജിക്കൽ ഫുട്ബോളറിനെ ബാഴ്സലോണയിൽ കൊണ്ടെത്തിച്ചത്. വെറും 5 മില്യൺ യൂറോസ് എങ്ങാനും ബാഴ്സലോണ ലാസ് പാമാസിന് അന്ന് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതൊരു ബാർഗെയിനല്ലേ, വല്ലാത്തൊരു ബാർഗെയിനല്ലേ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ബാഴ്സലോണ ആരാധകരെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അദ്ദേഹം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ആളൊരു ബാഴ്സലോണ ലൈഫ് ലോങ് ഫാനാണെന്നുള്ളൊരു കാര്യം. അദ്ദേഹം ചെറുപ്പം മുതലേ ബാഴ്സലോണയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ബാഴ്സലോണയിൽ ചെന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ റയൽ മാഡ്രിഡിൽ അന്ന് പരിപാടി നടക്കുമോ നോക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാഴ്സലോണയുടെ മിഡ്ഫീൽഡിൽ നമ്മളൊക്കെ ഇങ്ങനെ ഹരം കൊള്ളിക്കുകയാണ് ചങ്ങായി അല്ലേ.
വാട്ട് എ ഫുട്ബോളർ മാൻ. പെഡ്രി ഒരു രക്ഷയില്ല. ഈ 10 പേരെ വെച്ച് കളിക്കുമ്പോഴേ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡിഫെൻഡ് ചെയ്യണമല്ലോ, അതൊരു ആർട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ ഈ പെഡ്രി പോലുള്ള പ്ലേയേഴ്സ് എന്താ ചെയ്യാമെന്നറിയോ, അവർ പൊസഷൻ കുറച്ച് നേരം ഹാൻഡിൽ ചെയ്യും. അത് വല്ലാത്തൊരു ബ്രീത്തിങ് സ്പേസ് ബാക്കിയുള്ളവർക്ക് കൊടുക്കും. അത് ഭയങ്കര ആശ്വാസമാണ് ബാക്കിയുള്ളവർക്ക്. അതൊക്കെ പെഡ്രി മത്സരത്തിൽ പല തവണ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ബോൾ കീപ്പ് ചെയ്യുന്ന രീതിയാണെങ്കിലും, അദ്ദേഹം ചില സിനാരിയോകളിലൊക്കെ ചില പ്ലേയേഴ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ, ആ ടൈറ്റ് സ്പേസിൽ നിന്നൊക്കെ പോകുമ്പോൾ ഇതെങ്ങനെ പോയി എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വരും. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. ഫ്രങ്കിയും നല്ല രീതിയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് ഫുട്ബോളറാണ് മാൻ. അപ്പോൾ അങ്ങനെ പെഡ്രിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിച്ചു, റഫീനയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിച്ചു, ഫ്രങ്കിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ലെവൻഡോസ്കിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, റഫീനയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സബ്ബായിട്ട് വന്നിട്ടുള്ള ഓരോരുത്തരും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജെറാഡ് മാർട്ടിൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫെറാൻ ടോറസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അരൂഹോയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു രീതി, സ്വഭാവം അദ്ദേഹം വന്നപ്പോൾ പെർഫെക്റ്റായിട്ട് അദ്ദേഹത്തിന് പറ്റിയൊരു സമയമായിരുന്നു. അതായത് ഒന്നുമില്ല, ഡിഫെൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. അത് തന്നെയാണ് അരൂഹക്ക് വേണ്ടത്. മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അരൂഹ. ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻ്റർസെപ്ഷൻ നടത്തുന്നു, നല്ല രീതിയിൽ ആ ഫിസിക്കാലിറ്റി അദ്ദേഹം കാഴ്ചവെക്കുന്നു, നല്ല രീതിയിൽ ക്ലിയറൻസുകൾ നടത്തുന്നു. ഫാന്റാസ്റ്റിക് ആയിട്ടാണ് അരൂഹ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു അവസരം മുതലെടുത്തത്. ഫാന്റാസ്റ്റിക്കായിട്ട് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടല്ലോ, ഫസ്റ്റ് മിനിറ്റിൽ തന്നെ ബെൻഫീക്കയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു ലോങ് ബോൾ വരുന്നു, ആ ലോങ് ബോൾ ഇനീഷ്യലി ബാഴ്സലോണ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാൽഡിയുടെ അടുത്ത് നിന്ന് പവ്ലിഡിസ് പ്രസ് ചെയ്തൊരു ബോൾ വിൻ ചെയ്യുകയാണ്. അതിനുശേഷം അർത്തോകോഗ്ലുവിൻ്റെ അറ്റംപ്റ്റ് ബ്യൂട്ടിഫുള്ളായിട്ട് ഷെസ്നി സേവ് ചെയ്യുന്നു. അത് ഒരു പക്ഷേ ബെൻഫീക്കയ്ക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നിരിക്കണം. അതായത് ഞാൻ ഇന്ന് ക്ലീൻ ഷീറ്റായിട്ട് പോകുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പം അതിൽ സേവ് ആയിരുന്നു അത്. പിന്നീട് ഓൾമോയുടെ നല്ലൊരു ചാൻസ്, ഓൾമോ ഡിഫൻസിൽ നിന്നും ബോൾ റിസീവ് ചെയ്യുന്നു. അവിടെ അദ്ദേഹം ബെൻഫീക്കയുടെ പ്രസ്സിനെ മറികടണം എന്നുള്ള രീതി ഫാന്റാസ്റ്റിക്കാണ്. എന്നിട്ട് പെഡ്രി കൊടുക്കുകയാണ്. ഹാഫ് വെയിലിൻ്റെ അടുത്ത് പെഡ്രി ഉണ്ട്. പെഡ്രി തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തുള്ള റഫീനിയെ കൊടുക്കുന്നു. റഫീനി അവിടെ നിന്ന് കട്ടിൻ സൈഡ് വന്നിട്ട് ഓൾമോ അപ്പോഴേക്കും എഡ്ജ് ഓഫ് ദി ബോക്സിലേക്ക് എത്തിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഓൾമോയുടെ നല്ലൊരു അറ്റംപ്റ്റ്, പക്ഷേ ജസ്റ്റ് വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ബാഴ്സലോണ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ബാക്ക് ടു ഫ്രണ്ട് സ്മൂത്ത് ആയിട്ടുള്ള മൂവ്. പിന്നെയാണ് ട്രുബിൻ എന്ന് പറയുന്ന കീപ്പറിൻ്റെ ട്രിപ്പിൾ സേവ് നമ്മൾ കാണുന്നത് ബെൻഫീക്കയെ സംബന്ധിച്ചിടത്തോളം. അതിൽ ലമീൻ യമാൽ റൈറ്റ് സൈഡിൽ നിന്ന് നല്ലൊരു ട്രിവേല പാസ് കൊടുക്കുകയാണ്. അത് ബോക്സിൻ്റെ പുറത്ത് സെൻറ്ററിൽ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെൻഫീക്കയുടെ താരം. അപ്പോൾ ബെൻഫീക്ക അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളത് നേരെ കൂണ്ടെ നല്ല രീതിയിൽ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്യുന്നു. എന്നിട്ട് അവിടെ പെഡ്രി കാര്യങ്ങളൊന്ന് കാം ഡൗൺ ചെയ്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പെഡ്രി ആ ബോൾ ഫ്രങ്കി കൊടുക്കുന്നു. ഫ്രങ്കി എന്നിട്ട് വീണ്ടും പെഡ്രി കൊടുക്കുമ്പോൾ പെഡ്രിയുടെ ഹാഫ് ടേൺ ഫാന്റാസ്റ്റിക്കാണ്. എന്നതിന് ശേഷം അദ്ദേഹം ഓൾമോഡ് റണ്ണാണ് പിക്ക് ചെയ്യാൻ ശ്രമിച്ചത്, പക്ഷേ അത് റഫീനിയയിലേക്ക് ചെന്നെത്തുന്നു. ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റഫീനിയുടെ ക്രോസാണ്. പിന്നെ അപ്പോൾ അവിടെ ഓൾമോ ഉണ്ട്, ലെവ ഉണ്ട്, ലമീൻ ഉണ്ട്. ഓൾമോയുടെ അറ്റംപ്റ്റ് ട്രുബിൻ സേവ് ചെയ്യുന്നു. റീബൗണ്ട് ലെവയിലേക്ക് എത്തുന്നു. ലെവയുടെ അറ്റംപ്റ്റും ട്രുബിൻ സേവ് ചെയ്യുന്നു. അതിൻ്റെ റീബൗണ്ട് ലമീനിലേക്ക് എത്തുന്നു. ലമീൻ അത് എങ്ങനെയൊക്കെയോ വലയിലേക്കാക്കാൻ ശ്രമിക്കുന്നു. അത് ട്രുബിൻ ഹോൾഡ് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ട്രിപ്പിൾ സേവാണ് അവിടെ ട്രുബിൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ബാഴ്സലോണ അവിടെ ക്ലിനിക്കലാകണമായിരുന്നു. നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവിടെ ബാഴ്സലോണയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അസെൻഡിങ് ഓഫ് 22ാം മിനിറ്റിൽ കാണാണ്. അസെൻഡിങ് ഓഫ് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, റെഡ് കാർഡ് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആ ഒരു ഹെഡർ ഡ്യൂവൽ ആ ഒരു സെൻറ്റർ ഓഫ് ദ പാർക്കിൽ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ പവ്ലിഡിസ് എന്ന് പറയുന്ന സ്ട്രൈക്കർ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ പവ്ലിഡിസും മറ്റൊരു ബെൻഫീക്കയുടെ താരത്തിൻ്റെ നടുവിലാണ് ഫ്രങ്കിനോ നിൽക്കുന്നത്. അപ്പോൾ ആ ഏരിയൽ ഡ്യൂവൽ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ ഒരു ചെറിയൊരു നഡ്ജ് ഫ്രങ്കി കൊടുക്കുന്നു. അതോടിട്ട് അത് വരുതിയിലാക്കാൻ പവ്ലിഡിസിന് സാധിക്കുകയാണ്. പിന്നെ പവ്ലിഡിസ് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്ട്രൈക്കറാണ്. ചെങ്ങായി ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇനീഗോനെ മറികടന്നിട്ട് ചെങ്ങായി ബോക്സിലേക്ക് പോവുകയാണ്. അവിടെ കുബാർസി സോഫാർ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള സീസണിൽ കളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ലാസ്റ്റ് ഡിച്ച് ടാക്കിൾ നടത്തിക്കൊണ്ട് തൻ്റെ ടീമിനെ അവിടെ രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് ബോൾ വിൻ ചെയ്യാൻ സാധിച്ചില്ല. അതൊരു ക്ലംസി ചാലഞ്ചായിരുന്നു. ആളെ വീഴ്ത്തുന്നു. അതൊരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി തടയുകയാണ്. ലാസ്റ്റ് മാനാണ്. റഫറിയെ സംബന്ധിച്ചോളം വേറെ ഒരു തീരുമാനം അവിടെ എടുക്കാനില്ല. റെഡ് കാർഡ് കൊടുക്കുന്നു. അവിടെ ഫ്രങ്കി പോയിട്ട് പറയുന്നുണ്ട് എന്നെ അവിടെ പുഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അതൊരു ബ്ലേറ്റൻ ഫൗളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്ലൈറ്റ് നഡ്ജായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എത്ര മിനിറ്റ് ബാക്കിയുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബാഴ്സലോണ ആരാധകരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. പണ്ടറങ്ങാനായിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെ നടക്കുമെന്നുള്ളത്. ഇല്ല, അതിന് സമ്മതിക്കുന്നില്ല ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന മാനേജർ. മാത്രമല്ല ഈ ടീം അത്തരത്തിൽ ഇപ്പോൾ ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിയുമായിട്ട് അങ്ങോട്ട് ഒത്തുചേർന്ന് പോകുന്നൊരു ടീമായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ഓൾമോ പിൻവലിച്ചിട്ട് അരൂഹനെ കൊണ്ടുവരുന്നത്. പക്ഷേ ആ ഫ്രീ കിക്ക് ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്ന പെനാൽറ്റി കൺസിഡർ ചെയ്തേനെ. ഫ്രീ കിക്ക്
മനോഹരമായിട്ട് ആർത്തക്കോഗുലാണ് എടുത്തതാണ് എൻ്റെ ഒരു ഓർമ്മ. അതും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ഷെസ്നി സേവ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. ആർത്തക്കോഗുലല്ല, കൊച്ചുക്കുമാണ് ഫ്രീ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ്, ബെൻഫീക്കയുടെ ക്രോസ്, അത് ബോക്സിൽ ബെൻഫീക്കയുടെ താരം ഫ്ലിക്ക് ചെയ്യുന്നു, ആർത്തക്കോഗ്ലുവിൻ്റെ തലയിലേക്ക് ചെന്ന് വീഴുന്നു. ആർത്തക്കോഗ്ലു ഹെഡ് ചെയ്യുന്നു, പക്ഷേ അത് ഷെസ്നി സേവ് ചെയ്യുന്നു. ആ ഹെഡർ നല്ല രീതിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ ഷെസ്നിക്ക് സാധിച്ചായിരുന്നു. മറ്റൊരു ഫാന്റാസ്റ്റിക് സേവ് ആയിരുന്നു ഷെസ്നിയുടെ ഭാഗം നമ്മൾ കണ്ടത്. പിന്നെ ബെൻഫീക്കയുടെ പാസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണ്. അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളത് നേരെ പെഡ്രിയിലേക്ക് എത്തുന്നു. ഡിഫൻസിൽ നിന്ന് ബോൾ പെഡ്രി കൊടുക്കുന്നു. പെഡ്രി ഫസ്റ്റ് ടച്ചിൽ അത് ലെവ റിലീസ് ചെയ്യുന്നു. ലെവ മനോഹരമായിട്ട് അത് പിന്നെ ലമീനിലേക്ക് കൊടുക്കുന്നു. ലമീൻ റഫീനിയക്ക് ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള റഫീനിയെ പിക്ക് ചെയ്യുകയാണ് കാണുന്നത്. 10 വരച്ച് കളിക്കുന്ന ബാസോണിൻ്റെ സ്വീറ്റ് മൂവ്, നല്ലൊരു കൗണ്ടർ മൂവ് നമ്മൾ കാണുകയാണ്. റഫീനിയ അപ്പോഴേക്കും ബോക്സിലേക്ക് എത്തിയിട്ടുള്ള ലെവൻഡോസ്കി കട്ട് ബാക്ക് കൊടുക്കാൻ ശ്രമിച്ചത് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെൻഫീക്ക. അപ്പോൾ അത് നല്ലൊരു മൂവായിരുന്നു. പിന്നെ ലെവൻഡോസ്കി ഒരു ലോങ് ബോൾ വിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം റഫീനിയുടെ ബോക്സിലേക്കുള്ള റണ്ണ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് റഫീനിയക്ക് എന്തോ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയേനെ. പിന്നെ അതേപോലെ തന്നെ പെഡ്രി ഇങ്ങനെ ഡിസ്റ്റൻസ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പാസിംഗ് ഓപ്ഷൻസ് അധികം കൊടുക്കുന്നുണ്ട്. അപ്പോൾ റഫീനിയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു ഹാഫിൻ്റെ അടുത്ത് ലെഫ്റ്റ് സൈഡിൽ ത്രോയിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത്, ബോൾ റിസീവ് ചെയ്യുന്നത്, ബാൽഡയുടെ നിന്ന് ബോൾ റിസീവ് ചെയ്യുന്നു. അദ്ദേഹം അപ്പോഴേക്കും റൈറ്റ് വിങ്ങിലേക്ക് പിന്നെ ഡിഫൻസിൻ്റെ പുറകിൽ സ്പേസ് കണ്ടിട്ട് അതിലേക്ക് പെഡ്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെഡ്രിക്ക് പാസ് കൊടുക്കുന്നു. പാസ് കൊടുത്തിട്ട് റഫീനിയ അവിടെ നിൽക്കല്ലേ എന്നുള്ളത് ഓടിയിട്ടുണ്ട്. പെഡ്രി ബാക്കിൽ റഫീനിയ റിലീസ് ചെയ്യുന്നു. റഫീനിയ എന്നതിന് ശേഷം ബോക്സിലേക്ക് എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ടിൽ കൺവിക്ഷൻ ഉണ്ടായിരുന്നില്ല. പാസ് കൊടുക്കാനാണോ ശ്രമിച്ചത്, ഷോട്ട് അടിക്കാനാണോ ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണയില്ല. നല്ലൊരു ചാൻസ് ആയിരുന്നു. ഇതൊക്കെ ഹാഫ് ടൈമിന് മുമ്പായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം ഓർക്കണം. സെക്കൻഡ് ഹാഫിൽ ഒബ്വിയസ്ലി അവർ ആ ഒരു ഗോളിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബെൻഫീക്ക. മിഡ്ഫീൽഡിൽ നിന്ന് ഒരു ഡയഗണൽ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഷെൽഡറപ്പിലേക്ക് കൊടുക്കുന്നു. ഷെൽഡറപ്പിൻ്റെ കൂടെ ഓവർലാപ്പിംഗ് റൺ അവിടെ കരേഴ്സ് നടത്തുന്നു. കരേഴ്സിന് പിക്ക് ചെയ്യുന്നു. അങ്ങനെ കരേഴ്സിൻ്റെ കട്ട് ബാക്ക് പബ്ലിഡീസിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പബ്ലിഡീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കമ്പോസർ കാഴ്ചവെക്കേണ്ട അവസരത്തിൽ അതിന് കമ്പോസർ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ബാറിന് മുകളിൽ അടിച്ചു കളയുന്നു. ടാർഗറ്റിലേക്ക് അടിക്കുന്നതാണെങ്കിൽ ഷെസ്നി സേവ് ചെയ്യുന്നു. ഇതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ കരേഴ്സ് പിന്നെ ഷെൽത്രപ്പിലേക്ക് പാസ് കൊടുക്കുന്നു. ഷെൽത്രപ്പിൻ്റെ കട്ട് ബാക്ക് അപ്പോഴേക്കും ആഷ്നസ് എന്ന് പറയുന്ന മിഡ്ഫീൽഡർ ബോക്സിലേക്ക് അറൈവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ഷെസ്നി സേവ് ചെയ്യുന്നു. അവിടുത്തെ സേവിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അദ്ദേഹം ആ റീബൗണ്ടിനായിട്ട് വേറൊരു പ്ലെയർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം, സേവ് ചെയ്തത് കാലുകൊണ്ട് പോക്കിയത് തട്ടിക്കളയാനും ഷെസ്നി അവിടെ ഗ്രേറ്റ് റിഫ്ലക്സസ് കാഴ്ചവെക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു. അത്തരത്തിലുള്ള പ്രസൻസ് ഓഫ് മൈൻഡ് ഷെസ്നിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു. ഫാന്റാസ്റ്റിക് കീപ്പിംഗ് ആണ്. 61ാമത്തെ മിനിറ്റിലാണ് പിന്നെ ആ മിസ്റ്റേക്ക് സംഭവിക്കുന്നത്, റഫീനിയ ഗോൾ അടിക്കുന്നത്. പിന്നെ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജെറാഡ് മാർട്ടിനും ബാൽഡയും റെഗോയുടെ ഇടയിൽ അദ്ദേഹത്തെ സാൻഡ്വിച്ച് ചെയ്തിട്ടുള്ള സിനാരിയോ, അങ്ങനെ അതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ എന്താണ്, മത്സരത്തിൻ്റെ ലാസ്റ്റ് ആ ഒരു ഇഞ്ചുറി ടൈമിൽ ഒരു റെനാട്ടോ സാഞ്ചോസിൻ്റെ ഒരു കിഡിലൻ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ചെങ്ങായിയുടെ ഗ്രേറ്റ് സ്ട്രൈക്ക്. അഗെയിൻ അത് ഷെസ്നി സേവ് ചെയ്യുന്നു, തട്ടി മാറ്റുന്നു, സമ്മതിക്കുകട എന്ന രീതിയിലാണ് ഷെസ്നി കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ കുറേ കോർണർ സംഭവങ്ങൾ ബെൻഫീക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരും കുറേ ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു. ബെലോട്ടിയുടെ ആ ഒരു ഇൻസിഡൻറ്റ് അതെന്താണ്, അത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. ലോങ് ബോൾ ഡിഫൻസിൽ നിന്ന് ബെലോട്ടിയിലേക്ക് കൊടുക്കുന്നു. ബെലോട്ടിയുടെ റണ്ണ് മികച്ചതായിരുന്നു. അത് ബോക്സിൽ അദ്ദേഹം ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ള സിനാരിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബോക്സിൽ അദ്ദേഹത്തെ ഷെസ്നി വീഴ്ത്തിയിട്ടുണ്ട്. അത് ഒരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ്. പക്ഷേ എന്താണ്, അവിടെ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് വർക്കാവുന്നു, മില്ലിമീറ്റേഴ്സ് ഓഫ് സൈഡ് ആകുന്ന സിനാരിയോ നമ്മൾ കാണുന്നു. ബെലറ്റി അങ്ങനെ അവിടെ ബാഴ്സലോണ രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. 57ാമത്തെ മിനിറ്റിൽ ആ ഗോൾ വരുന്നതിന് മുമ്പ് ഡാൽ എന്ന് പറയുന്ന കുറച്ചുകൂടെ അറ്റാക്കിംഗ് ആയിട്ടുള്ള റൈറ്റ് ബാക്കിനെ, ഒരു ഡിഫൻഡറാണല്ലോ അരൂഹ, പുള്ളിക്കാരനാണ് ആ ഒരു റൈറ്റ് ബാക്കിൽ കളിച്ചിട്ടുള്ളത്. അതിന് പകരം ഒരു നാച്ചുറൽ റൈറ്റ് ബാക്കിന് കൊണ്ടുവരുന്ന കുറേ കൂടി അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു അത്. പക്ഷേ നേരത്തെ തന്നെ ഈ ആന്റോണിയോ സിൽവ എന്ന് പറയുന്ന മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള ഡിഫൻഡർ ഉണ്ടല്ലോ, ആൾക്കൊരു യെല്ലോ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ പിൻവലിച്ചിട്ട് അരൂഹ എന്ന് പറയുന്ന കുറച്ചുകൂടെ പേസി ആയിട്ടുള്ള ആ ഒരു സെൻറ്റർ ബാക്കിനെ അവിടെ നിർത്തിയിട്ട് ഡാലിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മിസ്റ്റേക്ക് സംഭവിക്കില്ലായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മത്സരത്തിന് ശേഷം പറയാം എന്നേ ഉള്ളൂ. ഇതിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ഈ മത്സരത്തിലുള്ളത് 73ാമത്തെ മിനിറ്റിൽ കാരറസിന് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടിയിട്ട് അദ്ദേഹം സെക്കൻഡ് ലെഗിൽ ഉണ്ടായിരിക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലെയറാണ്. നല്ല രീതിയിൽ ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ട്. ആ ഒരു 5-4 മത്സരത്തിൽ അദ്ദേഹം മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ്, കൂണ്ടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. കൂണ്ടെയൊക്കെ മത്സരത്തിൻ്റെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഗ്യാസ്ഡ് ഔട്ടാണ്. അപ്പോൾ കൂണ്ടയെ ഫൗൾ ചെയ്തതിനാണ് കാരറസിന് അവിടെ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് ചെങ്ങായി ഉണ്ടാവില്ല. പിന്നെ ഇതിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ആ ഫസ്റ്റ് ഹാഫ് കഴിയാൻ നേരത്താണല്ലോ. കുറേ ഇഞ്ചുറി ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനീഗോ മാർട്ടിനസും ബരേരും തമ്മിലുള്ളൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അതിലെന്തുകൊണ്ട് ബരേരൊക്കെ റെഡ് കാർഡ് കിട്ടിയില്ല, പകരം യെല്ലോ മാത്രം കിട്ടി എന്നുള്ള ചോദ്യം ബാഴ്സലോണ ആരാധകരുടെ ഇടയിൽ ഉണ്ടാവും. അവിടെ ഇനീഗോ മാർട്ടിനസ് സ്ലൈഡ് ചെയ്ത് വന്നിട്ട് ബോൾ വിൻ ചെയ്തിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് ടാക്കിളാണ്. പക്ഷേ അവിടെ ഈ നമ്മുടെ ചങ്ങായി ബരേരോയും ബോളിന് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇനീഗോ മാർട്ടിനസ്
സ്ലൈഡ് ചെയ്ത് വന്നതോടുകൂടിയിട്ട് അദ്ദേഹം സ്റ്റെപ്പ് ചെയ്തത് ഇനിഗോ മാർട്ടിനസിൻ്റെ ഷിന്നിലായിപ്പോയി. പെയിൻഫുൾ സംഭവമാണ്. സ്റ്റഡ്സ് അങ്ങനെ പിന്നെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ല പെയിൻ ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ മാക്സിമം യെല്ലോ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ചില സെനാരികളിലൊക്കെ റെഡ് കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ റെഡ് കൊടുക്കാനുള്ളതില്ല. കാരണം വെച്ചാൽ അവിടെ അത് ഇൻറ്റൻഷനലായിട്ടുള്ളൊരു സംഭവമല്ല. മാത്രമല്ല അവിടെ പിന്നെ എവിടെ അദ്ദേഹത്തിന് കാല് വെക്കാൻ പറ്റുന്നതാണ്. കാരണം സ്ലൈഡ് ചെയ്തിട്ടാണ് ഇനിഗോ മാർട്ടിനസ് വരുന്നത്. ഇനിഗോ മാർട്ടിനസ് സ്ലൈഡ് ചെയ്ത് വരുന്നു. ആ ബോളിന് വേണ്ടിയിട്ടുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ കാലോടെ കൊള്ളുന്നു. അല്ലാതെ അത് എന്താ പറയുക, ഒരു സ്റ്റഡ്സ് അപ്പ് ചലഞ്ച് പോലത്തെ തരത്തിലുള്ള വളരെ നാസ്റ്റി ആയിട്ടുള്ളൊരു ചലഞ്ചല്ല. ഒബ്വിയസ്ലി ഹേർട്ട് ആവുന്ന തരത്തിൽ നല്ല പെയിൻ ആവുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. പക്ഷേ അവിടെ ബോൾ വിൻ ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ തന്നെയാണ് അവിടെ വരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അങ്ങനെ ബൈ മിസ്റ്റേക്ക് അദ്ദേഹത്തിന് സ്റ്റെപ്പ് ചെയ്യാൻ വേറെ സ്ഥലമില്ല അവിടെ. ആ ഒരു മൊമെൻറ്റിൽ ഇതൊക്കെ ഒരു സെക്കൻഡിൽ ഫ്ലാഷിൽ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ സ്ലൈഡ് ചെയ്ത് വരുന്നു, അദ്ദേഹം വെച്ചത് കാല് ഷിന്നിലായിപ്പോയി. അപ്പോൾ ഒബ്വിയസ്ലി അതിനെ തർക്കിച്ചതിന് ഇനിഗോ മാർട്ടിനസിന് യെല്ലോ കിട്ടി. അത് പിന്നെ ശരിയായൊരു സംഭവമല്ല. പരേരക്ക് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗ്രേറ്റ് വിക്ടറി. ഷെസ്നി 8 സേവുകൾ ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട്. അതായത് 2004 ശേഷമാണെന്ന് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗിൽ പിന്നെ ബാഴ്സലോണയോളം ഒരു കീപ്പർ 8 സേവുകൾ ഒരു മത്സരം നടത്തിയിട്ട് ക്ലീൻ ചീറ്റ് കരസ്ഥമാക്കുന്നത്. ഒപ്പം റഫീനിയ 9 ചാമ്പ്യൻസ് ലീഗ് ഗോളുകളായി. അദ്ദേഹം സംബന്ധിച്ചിടത്തോളം 41 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ സീസണിൽ നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ നടത്തിയിട്ടുള്ളത് മുഹമ്മദ് സലയാണ്. 2ാം സ്ഥാനത്താണ് റഫീനിയ ഇരിക്കുന്നത്. അതിൽ ഒരുപാട് ക്ലച്ച് ഓൺസിൽ അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുണ്ട്. 3ാം സ്ഥാനത്താണ് ഹാരി കെയ്ൻ എന്ന് പറഞ്ഞ സ്ട്രൈക്കർ ഇരിക്കുന്നത്. പിന്നെ ലെവൻഡോസ്കിയുടെ പേരുണ്ട്. ലെവൻഡോസ്കിയും ഈ സീസണിൽ 9 ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റഫീനയുടെ 9 ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചുള്ളത് ആകെ സെറോ ഗരാസി എന്ന് പറയുന്ന ഡോട്ട്മുണ്ടിൻ്റെ സ്ട്രൈക്കർ മാത്രമാണ്. പുള്ളിക്കാരനാണെങ്കിലും ഒരു എക്സ്ട്രാ റൗണ്ട് ഓഫ് 16 പ്ലേ ഓഫും കൂടി കളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല അസിസ്റ്റുകളുടെ പട്ടികയിൽ ചാമ്പ്യൻസ് ലീഗിൽ 2ാം സ്ഥാനത്താണ് റഫീനിയ ഇരിക്കുന്നത്. ആ രീതിയിൽ ഗ്രേറ്റ് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനാണ്, ഗ്രേറ്റ് സീസണാണ് റഫീനിയക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പേഴ്സണലി ബാഴ്സലോണയോളം അഡ്വാൻറ്റേജ് തന്നെയാണ്. ഹോമിൽ അവർക്ക് 11v11 കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കും. പക്ഷേ ബെൻഫീക്കയെ അങ്ങനെ എഴുതി തള്ളണ്ട. ബെൻഫീക്ക ത്രട്ടൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സൈഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റി ബാഴ്സലോണയ്ക്ക് പൊസസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലോങ് റൺ ഈ ചാമ്പ്യൻസ് ലീഗ് നടത്താൻ സാധിക്കും. പക്ഷേ സ്റ്റിൽ സെക്കൻഡ് ലെഗിൽ ബെൻഫീക്കയിൽ ഇപ്പോൾ ഫ്ലോറന്റീനോ ലൂയിസൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കാരഗസ് ബിഗ് മിസ്സാണ്. ഡിമറിയ വരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും അവർ രണ്ടും കൽപ്പിച്ച് പോരാടാൻ തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ബാഴ്സലോണയ്ക്ക് ഹെവി അഡ്വാൻറ്റേജ് ഉണ്ട്. മാത്രമല്ല അവർ നല്ല കോൺഫിഡൻസ് തന്നെയായിരിക്കും. ഒസാസിനെതിരെ കുറേ പ്ലേസിന് റെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെ ഒരു കിടിലൻ ടൈറ്റിൽ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവിടെയും പോയിൻറ്റ്സ് ഒന്നും ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും രസകരമായിട്ടുള്ള ബിസിനസ് ഓഫ് ദ സീസണിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ബാഴ്സലോണയ്ക്ക് ഗ്രേറ്റ് വിക്ടറിയാണ് ബെൻഫീക്കയിൽ കരസ്ഥമാക്കാൻ സാധിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിലെ നമുക്ക് കാണാം. ഗുഡ് ബൈ.